അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നൗഫലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗർ മലയുടെ ഏറ്റവും മുകളിലാണ്. എൻ്റെ പുറകിലുള്ള ഇതാണ് സൗർ ഗുഹ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക. കയറി വന്ന കാഴ്ചകളും ഇവിടുത്തെ ഇപ്പോഴത്തെ നിയമങ്ങളും എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളതെന്നും നമുക്ക് കാണാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. നമ്മൾ വരുമ്പോൾ തന്നെ ഒരു എൻട്രൻസ്, വെൽക്കം ടു ഗാർ സൗർ എന്ന് പറഞ്ഞിട്ടൊരു എൻട്രൻസ് കാണാൻ പറ്റും ഇവിടെ. ഇവിടുന്ന് വണ്ടിയൊക്കെ കയറുന്നത് കേട്ടോ. അത് എൻട്രൻസ് ആണ്. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വണ്ടി കയറും. ഇവിടെ ഇങ്ങനെ ആളുകളൊക്കെ ക്യൂ നിൽക്കും. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഈ കൗണ്ടറാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ലൈനായിട്ട് നിന്ന് ഇതുപോലത്തെ വണ്ടികളിൽ നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോകും. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ ഈ വണ്ടിയിൽ കയറുക. 38 റിയാലാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ അല്ലാതെ നടന്നു പോകുന്നവർക്കും ടിക്കറ്റ് എടുക്കണം, പക്ഷെ അതിന് പൈസ കൊടുക്കണ്ട. വണ്ടിയിൽ പോകാൻ വേണ്ടി മാത്രം പൈസ കൊടുത്താൽ മതി. പക്ഷെ നടന്നു പോകാൻ ടിക്കറ്റ് ഇല്ലാതെ എന്തായാലും അങ്ങോട്ട് കയറ്റി വിടില്ല. നിങ്ങൾ നോക്ക്, തുടക്കത്തിൽ ടാറിട്ട് റോഡാണ്, അത് കഴിഞ്ഞ ഫുള്ള് ഇതേപോലത്തെ റോഡുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വലിയ വണ്ടികൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടോ, തിരിച്ച് വണ്ടികൾ ആളുകളെ കൊണ്ടിരുന്നത് കണ്ടോ. നല്ല കാഴ്ചകളാണ്. വൈകുന്നേരവും അതുപോലെ തന്നെ രാവിലെയും ഇതേപോലെ തന്നെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. പക്ഷെ വൈകുന്നേരമാണ് കുറച്ചും കൂടെ ഭംഗി. നടന്നു പോകാനാണെങ്കിൽ ഒരുപാടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഈ വലതു ഭാഗത്ത് കുറെ കമ്പിട്ടിട്ട് നടന്നു പോകാനുള്ള ഒരു ഏരിയ കണ്ടോ. അതാണ് താഴെ മുതൽ മുകളിൽ വരെ നടന്നു പോകാൻ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വണ്ടിയിൽ പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡ് വഴിയും പോകാൻ പറ്റും. എന്തായാലും നിങ്ങൾ വരികയാണെങ്കിൽ 4 മണിക്ക് ശേഷം വരുന്നതായിരിക്കും, വൈകുന്നേരം 4 മണിക്ക് ശേഷം വരുന്നതായിരിക്കും സുഖം. താഴത്ത് നിന്ന് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ നിർത്തും. ഇവിടെ വളരെ എളുപ്പമാണ് നമുക്ക് വണ്ടിയിൽ വരാൻ. ഇവിടെ നമ്മൾ ഇപ്പോൾ ഇത്രയും ഒരു ഏരിയയിലാണ് നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോയി നിർത്തുക. വണ്ടിയിൽ ഈ മല കയറി വരണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റ് എടുക്കും കേട്ടോ. 5 മിനിറ്റ് എത്തി നമ്മൾ ഇവിടെ ഇങ്ങനെ വന്ന് ആളുകളൊക്കെ തന്നെ ഇറങ്ങിയതിന് ശേഷം ഇതുപോലെ നമുക്ക് നടക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ നടന്ന് മുകളിലോട്ട് കയറി ചെല്ലണം. മുകളിലോട്ട് കയറി ചെല്ലാൻ ഏകദേശം ഒരു 30 മിനിറ്റ് ടൈം എടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് നല്ല കാറ്റുണ്ട് കേട്ടോ. മാഷാഅല്ലാഹ്, നല്ല ഏകദേശം നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ മുകളിലോട്ട് ഇത് കയറി നോക്കാം. 30 മിനിറ്റ് അരമണിക്കൂറോളം നടക്കാനെടുക്കുമെന്ന് പറയുന്നുണ്ട്. ഒന്ന് കയറി നോക്കാം. മാഷാഅല്ലാഹ്, അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ മക്കയില ആ ടൗൺ മൊത്തം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല അടിപൊളി ഒരു വ്യൂ കേട്ടോ. എനിക്ക് തോന്നുന്നു രാത്രിയിൽ ഈ ഒരു ഏരിയ നല്ല ഭംഗിയുണ്ടാകും, കാരണം താഴൊക്കെ ലൈറ്റുകളൊക്കെ വരുമ്പോൾ. മാഷാഅല്ലാഹ്, അടിപൊളി സ്ഥലം. നോക്കി ഇപ്പോൾ ഈ വെള്ളവും ഇപ്പോൾ വണ്ടിക്കാർ തന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു കുപ്പി വെള്ളം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മുകളിലോട്ട് വരെ കയറാൻ പോവാണ്. ഇതുപോലത്തെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. അതായത് നല്ല വീതിയിലുള്ള സ്റ്റെപ്പാണ്. കേട്ടില്ലേ, കാല് നല്ല വീതിയിലുള്ള സ്റ്റെപ്പായതുകൊണ്ട് തന്നെ കയറി പോകാൻ അത്ര ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുപോലെ കുത്തനുള്ള സ്റ്റെപ്പൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല സൗകര്യത്തിൽ കയറി പോകാം. പിന്നെ അതുപോലെ തന്നെ കയറി ചെല്ലുന്ന ഭാഗത്ത് ഇതേപോലെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്ഥലം നമുക്കിങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ച് സ്റ്റെപ്പ്, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതേപോലെ നമുക്ക് നിൽക്കാനുള്ളൊരു സ്പേസ്, കുറച്ച് ഇങ്ങനെ സ്ട്രെയിറ്റിൽ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാഷാഅല്ലാഹ് നല്ല അടിപൊളി വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും. അത് ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഇവിടെ കയറുമ്പോഴാണ് കേട്ടോ. മാഷാഅല്ലാഹ്, ഇത് കണ്ടോ നിങ്ങൾ, ആൾക്കാർ കയറി വരുന്നത് കണ്ടോ. കയറിയിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ ഒക്കെ നിന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു വ്യൂ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ഇവിടേക്ക് ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, താഴ്ന്ന് വണ്ടികൾ കയറി വരുന്ന വഴിയുണ്ടോ, അവിടെ നിന്നുണ്ടോ. നമ്മൾ മെയിൻ ഗേറ്റ് അവിടെ കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് കയറി ഇങ്ങോട്ട് വന്നത്. പക്ഷെ അത് ആൾക്കാരൊക്കെ കയറി വരണുണ്ടോ. അപ്പോൾ റെസ്റ്റൊക്കെ എടുക്കാം, പിന്നെ കയറി ബുദ്ധിമുട്ടണ്ട. ഇവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. ഇതുപോലത്തെ ചെയർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനും പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾ ഈ ഒരു വഴി തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന വഴിയാണത്. കണ്ടോ, താഴോട്ട് ഇങ്ങനെ പോയിട്ട് ആ ബിൽഡിങ് അതാ, ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി വന്നിരുന്ന മുമ്പത്തെ വഴി സൗർമലയിൽ കയറാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വഴിയാണ്. അതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ പോരാൻ പറ്റില്ല കേട്ടോ. കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ട് അവിടെ എൻട്രൻസ് ഇല്ല. ഇനി വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലെ തന്നെ വരാൻ പറ്റുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ നോക്കി ഇതിൻ്റെ കല്ലിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ. ആ കല്ലുണ്ടോ, ആ കല്ലിൻ്റെ ഭംഗിയൊക്കെ. ഇതിന് മുകളിൽ വരുന്ന കല്ലുകളൊക്കെ ഇതുപോലെയാണ്. ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര മിനുസാണ്. മാഷാഅല്ലാഹ്, പ്രായമുള്ള ആൾക്കാരാട്ടോ. അവർ കയറി തിരിച്ചിറങ്ങി പോകുന്ന കാഴ്ചയാണ്. ഒരുപാട് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അവർ കയറി വന്ന പോലെ അല്ല കേട്ടോ. മുകളിലോട്ട് എത്തുന്നതിനനുസരിച്ച് കുറച്ച് കുത്തനെയുള്ള കയറ്റങ്ങളായി വരുന്നുണ്ട്. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാനേ പറ്റുള്ളൂ. താഴ്ന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എളുപ്പത്തിൽ പോകാൻ പറ്റുന്നത്. കണ്ടോ, ഇവിടെയുള്ള സ്റ്റെപ്പുകളൊക്കെ ചെറുതായി
ചെറുതായി വന്നു. കുറച്ച് കുത്തനെ കയറണം, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കയറി എത്താൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഈ ഇറക്കം ഭയങ്കര കുത്തനെയുള്ള ഇറക്കാണ്. നടന്നു പോകുമ്പോഴേ നിങ്ങൾ ഈ കമ്പികളൊക്കെ പിടിച്ചിട്ട് വേണ്ട കയറാൻ. രണ്ട് സൈഡിലുണ്ട്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ കയറി പോകുന്ന സമയത്ത് പിന്നെ കാല് വെക്കുമ്പോൾ ഒരു ബലം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുകളിലൊരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. കയറി കിതക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളോടൊരു കാര്യം പറയട്ടെ, ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പോൾ കയറി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടോയെന്ന് നോക്കണം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോൾ നടന്ന് മുകളിലോട്ട് എത്തുമ്പോൾ ചിലവർ റെസ്റ്റ് ഇല്ലാതെ പെട്ടെന്ന് കയറി തുടങ്ങും. അപ്പോൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ ഹൃദയമിടിപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എവിടെ ഇങ്ങനെ മിടിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ മുമ്പോട്ട് നടക്കരുത് കേട്ടോ. നിങ്ങൾ റെസ്റ്റ് ചെയ്യുക. നല്ല റെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നല്ലോണം റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള സ്ഥലം കയറുക. ഹൃദയത്തിനൊരു മിടിക്കുന്നതിനൊരു രീതിയുണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ ഇടിക്കുള്ളൂ. അത് നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഹൃദയം പെട്ടെന്ന് സ്റ്റോപ്പ് ആവാൻ, അതായത് കാർഡിയക് അറസ്റ്റ് എന്നുള്ള കാര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്തതിന് ശേഷം പതുക്കെ കയറുക. അതുമാത്രമല്ല, അങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ എനർജി കിട്ടും. കുറച്ചും കൂടെ സ്പീഡിൽ കയറാനുള്ളൊരു നമുക്കൊരു കരുത്ത് കിട്ടും. അതുകൊണ്ടല്ലോ ഒരുത്തരന് മുകളിൽ നിൽക്കണുണ്ടോ, നമുക്ക് അവിടെ വരെ എത്തണം കേട്ടോ. ഇത് കണ്ടോ, നടക്കുമ്പോൾ ഷൂസ് ഇട്ട് കയറുമ്പോഴൊക്കെ സ്ലിപ്പായി പോവും. ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് ഇനി അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റം വരുന്നത്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് നമുക്ക് ഭയങ്കര കുത്തനെയുള്ള കയറ്റം കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെയല്ല, ഭയങ്കര കുത്തനെയുള്ള കയറ്റമാണ് അങ്ങോട്ടേക്ക്. വഴിയിലൂടെ നീളം കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. എല്ലാവരും കയറി കുഴഞ്ഞിരിക്കുന്ന കേട്ടോ. മാഷാ അല്ലാ, നാട്ടിലേക്കൊക്കെ വിളിക്കുന്നു മലേനെ മുകളിൽ ഇരുന്നിട്ട്. കയറി വരുമ്പോഴേ ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇവർ ഇരിക്കുന്ന പോലെ ഇരിക്കരുത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇതിനപ്പുറത്ത് കമ്പികളൊന്നുമില്ല, ഭയങ്കര കൊക്കയാണ്. നമ്മളിങ്ങനെ കയറി വരുമ്പം കുത്തനെ കയറുന്നതാണ്. ചിലപ്പം തലകറക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മളെ കൂടെ ആരുമില്ല, നമ്മളെ പിടിക്കാൻ ആർക്കും പറ്റില്ല. താഴോട്ട് വീണ് പോട്ടോ. കയറി പോകുമ്പം എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എൻ്റെ മുഖം കണ്ടില്ലേ, കറുത്തുപോയി. ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു പിടുത്തം പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിടിപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. കുറച്ചും കൂടെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നടക്കാൻ ഒരു അരമണിക്കൂർ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം ചുരുങ്ങിയത് നമ്മളെടുക്കും. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടോ. ഇനി ഒരു സ്റ്റെപ്പും കൂടി കയറാവുള്ളൂ. ഇവിടെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു പാറ കാണാൻ പറ്റും. അതിൻ്റെ താഴെ ഇങ്ങനെ ഇരിക്കും. മുമ്പേയും സ്റ്റെപ്പുകളൊന്നും ഇല്ലാത്ത സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ കയറി പോകലായിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നിരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. പാറേൻ്റെ ഇടയിൽ വന്നിരിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാഷാഅല്ലാഹ് അവിടെ ഇരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സൗർ ഗുഹേൻ്റെ അവിടെ എത്തിയിട്ടോ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും 3 ദിവസം തങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു മല, ആ ഒരു ഗുഹ, സൗർ ഗുഹ. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞതാ. പിന്നെ സ്റ്റെപ്പുകൾ നമ്മൾ ആദ്യം കയറിയ പോലെ തന്നെ നല്ല സുഖമായിട്ട് കയറാൻ പറ്റും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലമുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലായിടത്തും ലൈറ്റ് വന്നു. മക്കേൻ്റെ ആ ഒരു സിറ്റി മുഴുവൻ ലൈറ്റ് തെളിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആവട്ടെ. ഞാൻ പറഞ്ഞില്ല, മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പാറകൾക്ക് തന്നെ ഒരു ഭയങ്കര മനോഹരമായിട്ട് അത്ഭുതം തോന്നിപ്പോവും. അതാണ് കേട്ടോ സൗർ ഗുഹ. ഈ സ്റ്റെപ്പും കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ ഗുഹേൻ്റെ അവിടുത്തെ ഇവിടെ ആളുകൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. മാരി ബാങ്ക് കൊടുത്തു. ഒക്ടോബർ നമുക്ക് ദൂരെ കാണാൻ പറ്റും. ഇനി പോയിട്ട് നിസ്കരിക്കട്ടെ. നല്ലോണം കിതക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞൊരു കാര്യമില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കയറി വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം കയറി വരാൻ കേട്ടോ. ഇതിലേ കയറി അങ്ങോട്ട് പോകണം കേട്ടോ, എന്നാലേ ഗുഹ ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് സ്റ്റെപ്പുകളില്ല. ഈ പാറൻ്റെ മുകളിൽ കൂടെ കയറി പോകണം. അവിടെ ആളുകൾ ഇരിക്കണതാ. ഇതാണ് സൗർ മലയുടെ മുകളിൽ സൗർ ഗുഹ കേട്ടോ. ഇതിലൂടെയാണ് ആളുകൾ കയറുന്നത്. ഇവിടെ ഫുള്ള് ക്യൂ ആണ് ഇത്രയും ആളുകൾ കയറാൻ വേണ്ടിയിട്ട്.
ഈ ഒരു ഗുഹയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽ തള്ളവിരലിൽ പാമ്പ് കടി ഏൽക്കുന്നത്. അതൊക്കെ ചരിത്രങ്ങളൊക്കെ നമുക്ക് അറിയാം, കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഗുഹയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തല ചായച്ച് കിടക്കുന്ന സമയത്താണ് ആ സംഭവം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചത്. അപ്പൊ എന്തായാലും നല്ല തിരക്കുണ്ട്, ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട് ഈ ഒരു മല. അപ്പൊ ആരോഗ്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഈ ഒരു മല വന്ന് കയറുക. അത് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്, ബാക്കിൽ കൂടെ കയറിയിട്ട് ഉള്ളിൽ കുറച്ച് സ്ഥലം 2-3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, നിൽക്കാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ പറ്റും. ഇവിടെ ചരിത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഒരു മക്ക പട്ടണം നല്ല രീതിയിൽ കാണാൻ പറ്റും. മഗ്‌രിബിന്റെ സമയമാകുമ്പോഴേ അവിടെ ലൈറ്റ് തെളിയുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കാരണം ഇവിടെ ലൈറ്റുകളൊന്നുമില്ല. ഇവിടുത്തെ ഒരു വെളിച്ചം, നിലാവിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെ കഴിയുമ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ നിലാവിൻ്റെ വെളിച്ചം നല്ലോണം ഉണ്ടാകും. പക്ഷെ എന്നാലും ശ്രദ്ധിക്കുക, കാരണം ലൈറ്റുകൾ വളരെ കുറവാണ്. കൂടുതൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മഗ്‌രിബിന് ശേഷമുള്ള സമയമൊന്നും എടുക്കരുത്. 4 മണി മുതൽ 10 മണി വരെ ഉണ്ട്. അപ്പോൾ 4 മണിക്ക് തന്നെ വന്നിട്ട് കയറാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ ഏകദേശം ഒരു മഗ്‌രിബിനോട് കൂടിയിട്ട് നിങ്ങൾക്ക് തിരിച്ച് താഴോട്ട് പോകാൻ പറ്റും കേട്ടോ. നിങ്ങൾ നോക്ക്, ഇത്രയും ഭയങ്കര കുത്തനെയുള്ളൊരു ഇറക്കമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ശ്രദ്ധിച്ച് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ വീണ് പോട്ടോ. നിങ്ങൾ നോക്കി എത്രത്തോളം താഴോട്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പ് ചെറുതാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെരിഞ്ഞ് കാല് വെച്ചിട്ട് വേണം ഇറങ്ങാൻ. അതുപോലെ തന്നെ കുറച്ച് വീതിയുള്ള സ്റ്റെപ്പുള്ള ഭാഗത്തേക്ക് നിൽക്കുക. ഇവിടെയൊക്കെ സ്റ്റെപ്പ് വീതി കുറവാണ്. അപ്പോൾ വീതിയുള്ള സ്റ്റെപ്പുള്ള ഭാഗത്ത് കൂടെ ഇറങ്ങാൻ ശ്രമിക്കുക. ചെരിഞ്ഞിട്ട് മെല്ലെ ഇറങ്ങിയാൽ മതി, സമയമുണ്ടല്ലോ. വീണ് കഴിഞ്ഞാൽ ആ സമയമൊക്കെ കണ്ട് പോകും. അപ്പോൾ മെല്ലെ ചെരിഞ്ഞ് ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. വലിയൊരു കൊക്കയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. വന്ന് കാണണം, ഒരു തവണയെങ്കിലും ഒരു തവണ വന്ന് കാണണം. ഞാൻ പലതവണ വന്ന് കണ്ടു, പക്ഷേ ഇങ്ങനെ പുതുതായിട്ട് സംവിധാനം ഒരുക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും ആ ഒരു സംവിധാനം വളരെ ഉപകാരമാണ്. ഒരുപാട് ദൂരം നടന്ന് കയറണ്ട, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വണ്ടിയിൽ കയറി വരാം. മാഷാ അല്ലാഹ്, ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് രാവിലെ 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഉണ്ട്. പിന്നെ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 10 മണി വരെയാണ് സമയം. കുറേ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ലൈറ്റ് ഉണ്ട് കേട്ടോ. അതല്ലാത്ത സമയത്തൊന്നും ലൈറ്റ് ഇല്ലാണ്ട്, മുകളിലേക്കൊന്നും ലൈറ്റില്ല. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് താഴെ വരെ ലൈറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം ഏറ്റവും മുകളിലാണ്. ഏറ്റവും മുകളിൽ ലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറങ്ങി വരുമ്പോൾ സ്ലിപ്പായി കഴിഞ്ഞാൽ താഴോട്ട് അങ്ങനെ അടുപ്പിക്കോളും. എന്തായാലും കയറി വരുന്നവരൊക്കെ കുറച്ചുറപ്പ് കാക്കട്ടെ. ഇവിടെ ഇറങ്ങിയപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്. നമ്മളിവിടെയാണ് ഇറങ്ങിയിരുന്നത്. എന്നിട്ട് മല കയറുന്നതിന് മുമ്പ് ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. അപ്പോൾ എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ബാക്കിയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.